തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ മണിക്കൂറുകളിൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം പങ്കിടാനും അത് അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും കാരണമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വീണ്ടും ദൈവസന്നിധി വിനയപ്പെട്ട് ആയിരിക്കുന്നു. പിന്തുടർന്ന് നോക്കി നന്ദി പറയാൻ ഒത്തിരിയുണ്ട്. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വേർഡ് ഇൻ പവർ, വചനം ശക്തിയിൽ എന്നുള്ള ശുശ്രൂഷ വർഷങ്ങളായി നാളുകളായി ദൈവം സഹായിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുക. പ്രത്യേകിച്ച് 50 വർഷത്തിൽ മുന്നോട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ നീങ്ങാൻ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവവചനം ടെലിവിഷനിൽ കൂടെ യൂട്യൂബിൽ കൂടെ ഒക്കെ കേട്ട് അനേകർ വിളിക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ കണ്ണുനീരോടുകൂടിയുള്ള വിളിയാണ് ഞങ്ങളെ സത്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെയും പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു പക്ഷേ നിങ്ങൾ വിളിച്ച് കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്, വീണ്ടും വിളിക്കണം. പ്രാർത്ഥിക്കും, ആലോചന തരും. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആലോചന ഒന്നിച്ച് പങ്കിടാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം കൂടെ ദൈവവചനത്തിൻ്റെ ആലോചനയിലേക്ക് ശ്രദ്ധ തിരിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് നിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. താവി അന്ധകാരം ഭൂമിയെ കോരിട്ട് ജാതിയെ മൂടുമ്പോൾ നീതിയും സൂര്യനായ ഹോവയെ അങ്ങയുടെ കൃപയുടെ വെളിച്ചത്തിൽ നിന്റെ ജനത്തെ നീ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാ കർത്താവെ. വിനയപ്പെട്ട് പിന്നെയും കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. അനുഗ്രഹിക്കണം. മുന്നോട്ട് നിങ്ങളെ ശക്തിയോടെ, കൃപയോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദൈവാത്മ്യ ശക്തിയോടെ തിരുനാമം മഹത്വപ്പെടുന്ന മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടാൻ വിശേഷിയായി മണിക്കൂറുകളിൽ നിന്റെ വചനം മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ച് പറയാൻ എളിയവൻ വരം തരണം കർത്താവെ. അതിനെ കേൾക്കുന്നവരുടെ പരിശുദ്ധാത്മാ പരിവർത്തിക്കേണ്ട വിഷയങ്ങളുടെ മേൽ ദൈവം ഇടപെട്ട് നന്ദി എന്ന് പറയാൻ അവരെ സഹായിക്കും. സ്വർഗമഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ നാം നാളുകളായി ദൈവത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവാത്മാവിൻ്റെ ഉള്ളത് പ്രകാശം തന്ന ഒരു വേദവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6:33. യെസ്, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചില ചിന്തകൾ വന്നു. അപ്പം പിന്നെയും ഇയർ എൻഡിങ് വന്നപ്പോൾ അത് ഒരു ബ്രേക്ക് കൊടുത്ത് മാറി എന്ന് പറയേണ്ടതായൊരു സാഹചര്യം വന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറയുകയാണിന്ന്. അതാണ് എന്താ വാക്യം? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ, അല്ലേ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുതെന്നൂടെ എൻ്റെ ബാക്കിയായിട്ട്, അല്ലേ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം ഭാഗത്തിൽ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. ദൈവരാജ്യം, അതിലേക്കുള്ള പ്രവേശനം, അതിൻ്റെ വ്യവസ്ഥകൾ, അതിൻ്റെ അനുഭവങ്ങൾ ഒക്കെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്കപ്പുറം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ദൈവരാജ്യം അന്വേഷിക്കുന്നത് കൊണ്ടുള്ള അനുഭവം, അല്ലേ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അനുഭവം എന്താണെന്നുള്ളതാണ് നാം ഇപ്പോൾ ധ്യാനിക്കുവാനായി ശ്രമിക്കുന്നത്. ദൈവത്തിന് അതിനാധാരമായിട്ടുള്ള വചനമാണിപ്പോൾ വായിച്ചത്. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. മുൻപേ ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് വെയർ ബൈ എവറി ഗുഡ് തിങ് വിൽ ബി ആഡഡ് അൺടു. അതോടുകൂടെ പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഇത് ചെയ്യണമെന്നാണ് കേട്ടോ. കർത്താവ് ഈ വചനം പറഞ്ഞ് നിങ്ങൾ ഈ വേദവചനം സമയമെടുത്തൊന്ന് വായിക്കണം ഈ അധ്യായം കേട്ടോ. എന്താണെന്നറിയാം, നാളെക്കുറിച്ച് വിചാരപ്പെടുന്ന മേഖലകളിൽ അതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഈ വചനം ഇവിടെ പറയാൻ കാരണം ഈ ആകുല ചിന്തയും ഭാരവും വറിയും ഒക്കെ നമ്മളെ സഹായിക്കുന്നതിന് പകരമായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിങ് അസ് എന്നാണ് അത് നമ്മുടെ ആയുസിനെ വരെ കുറച്ച് കളയുന്ന. ഇറ്റ് വിൽ ഷോർട്ടൻ അവർ ലൈഫ്. അധികം ഭാരവും ടെൻഷനുമായിട്ട് ജീവിച്ചാൽ അതിനാവശ്യമില്ല, അതിനെ കളയണമെന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് ഇവിടെ പറയുന്നത് കേട്ടോ. കാരണം എന്നാ, അവനെ ഗോഡ് ഫീഡ്സ് ദ ബേർഡ്സ്, ആകാശത്തിലെ പറവുകളെ പോറ്റുന്നു, താമരയെ പങ്കു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. പുല്ലിന്
അയ്യോ വയലിലെ താമര അണിയിക്കുന്നു എന്നെല്ലാം നമ്മൾ ഈ വേദവചനത്തെ നമ്മൾ വായിക്കുന്നു. അങ്ങനെ കഴിവുള്ളൊരു ദൈവം അല്ലേ, അത്രയും കൺസേൺ ഉള്ളൊരു ദൈവം നമ്മുടെ കാര്യം നോക്കത്തില്ലേ? ഹി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് എൽസ്. മറ്റു കാര്യം കൂടെ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വറി അബൌട്ട് ടുമോറോ ഡസ് നോട്ട് ഹെൽപ്പ് us ടുമോറോ ഈവൻ ടുഡേ. നാളത്തെക്കുറിച്ചുള്ള ചിന്താകുലങ്ങളും ഭാരങ്ങളും നമ്മളെ നാളെയും സഹായിക്കുകയില്ല, ഇന്നും സഹായിക്കുകയില്ല. മറിച്ച് എന്തോ നമ്മുടെ നാളത്തെ നമുക്ക് പ്രവർത്തിക്കാനുള്ള എഫക്റ്റീവ്നെസ് ഇല്ലാതാക്കുകയും ഇന്ന് കൂടുതൽ ബലഹീനന്മാരായി തീരുകയും ചെയ്യും. അതുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ വറി അബൌട്ട് ടുമോറോ ഡസ് നോട്ട് ഹെൽപ്പ് us either tomorrow or today. നാളെ നമ്മളെ സഹായിക്കത്തില്ല, ഇന്നും സഹായിക്കത്തില്ല, മറിച്ച് നമ്മളെ ക്ഷീണിപ്പിക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു ഭക്തൻ എങ്ങനെ പറയുകയുണ്ടായി, എന്താ പറഞ്ഞതെന്നറിയാം? An average person crucify himself yesterday and worries about tomorrow. അതായത് ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ചിന്തകളും ഭാരങ്ങളും തമ്മിലുള്ള ഒരു കുരിശിൻ അവനെ ക്രൂസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ക്രൂശിക്കപ്പെടുന്ന അന്തരീക്ഷത്തിലാണ്. ഇന്നത്തെ നമ്മുടെ എഫക്റ്റീവ്നെസ്സും നാളത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യപരമായ മണ്ഡലങ്ങളെയും ഇല്ലാതാക്കി ക്രൂശിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കായി തീരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയാകരുതേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താ പറയേണ്ടത്? അപ്പം നാളെക്കുറിച്ച് ചിന്തിക്കണ്ടേ, നാളെക്കുറിച്ച് കരുതണ്ടേത് വേണ്ട, നോ പ്രോബ്ലം. അത് നാളെക്കുറിച്ച് കരുതണം, അതൊന്നും ചെയ്യേണ്ടെന്ന്. പക്ഷെ വറി, വിചാരപ്പെടുക അല്ലേ? അത് വേദപുസ്തകത്തിൽ അത് ആർക്കും എഴുതിയിട്ടുണ്ട്. അത് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വറി, നാളെക്കുറിച്ച് വറി ചെയ്യുന്നത് അത് പാപമാണ്. അതാണ് വിഷയം. അത് നമ്മുടെ നാളത്തേക്കുള്ള നന്മകളെ മോഷ്ടിച്ച് കളയും, നഷ്ടപ്പെടുത്തി കളയും. നമ്മൾ അനുഭവിക്കാനുള്ള നന്മകൾ, നാളേക്കുള്ള അനുഗ്രഹങ്ങളെയും അത് റോബ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യം നടത്താൻ ശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഭാരപ്പെട്ട് പറഞ്ഞലിച്ച് പോകല്ല. ചിലപ്പം കൂടെ ലളിതമായി ടുമോറോസ് വറി ഷുഡ് നോട്ട് ബറി ടുഡേയ്സ് ബ്ലെസ്സിങ്. നാളത്തേക്കുള്ള നമ്മുടെ ചിന്താഭാരം അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്ന വറി ഇന്ന് നമുക്ക് ലഭിക്കാനുള്ള നന്മയെ കുഴിച്ചിടാൻ എന്നുള്ള അർത്ഥത്തിൽ ആ ബറി എന്ന് പറഞ്ഞേക്കുന്നത് ഇല്ലാതാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. വറി വലിയ പാപമാണ്. അങ്ങനെ പാടില്ല. ചിന്താകുലപ്പെടുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഈ 3 വാക്യം, ഈ നമ്മൾ ഈ 6, 30, 32, 33 വാക്യങ്ങൾ പ്രത്യേകം 3 വാക്യത്തിനാണ്. ഒന്ന് ഫെയ്ത്ത്, വിശ്വാസം എന്ന് വെച്ചാൽ ട്രസ്റ്റിംഗ് ഗോഡ് ടു മീറ്റ് അവർ, നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക. അതാണ് 30-ാമത്തെ വാക്യം ഇല്ലേ? നാളെ അടുപ്പിലിടുന്നതും എല്ലാ പിള്ളേനെയും ദൈവം ഇങ്ങനെ അല്പവിശ്വാസികൾ നിങ്ങളെ എത്രയധികം പോറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ വിശ്വസിക്കാൻ. 2, 32-ാമത്തെ വാക്യം. എന്താ 32-ാമത്തെ വാക്യം? ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടുന്നത് ഈ വകയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ അറിയുന്നു. അതായത് 2-ാമത്തെ വാക്യം പിതാവ്, ഫാദർ എന്ത് ഹി കെയർസ് ഫോർ ഹിസ് ചിൽഡ്രൻ. അപ്പൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതത്തില്ലേ? കരുതും. പിന്നെ അങ്ങനെ അടുത്ത വാക്യം 33-ാം വാക്യത്തിൽ ഫസ്റ്റ്, ആദ്യം, ഒന്നാമതെന്നുള്ള അർത്ഥത്തിൽ, മുൻപേ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ പുട്ടിങ് ഗോഡ് ഫസ്റ്റ്, ദൈവത്തെ ഒന്നാമത് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. ഈ 3 വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ വി ഹാവ് ഫെയ്ത്ത് ഇൻ അവർ ലോർഡ്, ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവനെ ഒന്നാമതാക്കി നിർത്തി നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ ദൈവത്തോട് പറയാൻ ഒന്നാമത് കർത്താവിന് സ്ഥാനം കൊടുത്താൽ നിശ്ചയമായും ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നടത്തിത്തരും. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം കേട്ടോ. ജീവിതത്തിൽ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ജീവിതത്തിൽ ദൈവഹിതം നിവർത്തിക്കപ്പെടുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്ത് നമ്മൾ ജീവിച്ച് പ്രവർത്തിച്ചാൽ നമ്മൾ മുട്ടുള്ളവരായി തീരത്തില്ല. ദൈവം നമ്മെ സഹായിക്കും. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് ജീവിതാവശ്യങ്ങളെക്കുറിച്ച് ഭാരപ്പെടരുത്. കർത്താവ് നിവർത്തിച്ചു തരാൻ ശക്തിയുള്ള ദൈവമാണ്. അതാ വിശ്വസിക്കേണ്ട ഫെയ്ത്ത് എന്നും. ഇത് ഒരു വലിയ സത്യമാണ്. അങ്ങ് കടന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവനെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. കൊലോസ്യലേഖനം 1:13, 12, 13 രേഖപ്പെടുത്തിയൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാം? കർത്താവ് സകലവും നിർവഹിച്ചു തരാൻ കഴിയുമെന്ന് പറയാൻ കാരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ പറയുന്നറിയാം? അവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ, ദൈവം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. എന്തിനാ? വെളിച്ചത്തിലുള്ള അവകാശത്തിന്. അങ്ങനെയെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? നിത്യതയുടെ അവകാശങ്ങളിലേക്കാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചതെങ്കിൽ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരത്തില്ലേ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകം വായിക്കണം. അവിടെ ഇന്ന് സമയമില്ലാത്ത ദിവസം, അതിന് സ്ഥാനമില്ല. ശാന്തമായി പരിശോധിച്ചോ. ഈ തിരുവെഴുത്തിൽ അന്വേഷിച്ച് നോക്കുക, അതിലില്ലാത്ത ഒന്നുമില്ല. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ഇതിനകത്തുണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, സകലവും നിർവഹിച്ചു തരാൻ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരിപൂർണമായി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന് സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരും. അതേക്കുറിച്ച് വറി ചെയ്ത് ആരോഗ്യം കളഞ്ഞ് മനപ്പീഡം ഉണ്ടാക്കി ദുഃഖിച്ച് ഇറങ്ങിയിരിക്കേണ്ട ജീവിതമല്ല. കർത്താവിനും 1-ാം സ്ഥാനം കൊടുത്തു. ബാക്കി കാര്യം ദൈവം നോക്കുമെന്ന. അപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങളുടെ ഇതിനോട് ചേർന്ന് പറയാനുണ്ട് കേട്ടോ. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 62-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതാനുഭവങ്ങളിലെ പ്രശ്നങ്ങളും ഭാരങ്ങളും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് പറഞ്ഞ് പിന്നോട്ട് പോകും. അവനെ കൊള്ളത്തില്ല. പ്രത്യേകിച്ച് ഒരു ദൈവവേലക്കാരൻ ദൈവവേലയ്ക്ക് ഇറങ്ങി വെച്ച് പിന്നോട്ട് പോകല്ല, അപകടം, രക്ഷപ്പെടത്തില്ല. വിശ്വാസിയും പോകാൻ പാടില്ല. വിശ്വാസി അവന് ദൈവത്തെ വിശ്വസിച്ച് പോയാൽ അവനെ ദൈവം നോക്കിക്കോളും. അപ്പോൾ ദൈവവേലക്കാരന് ഞാൻ പറഞ്ഞാൽ അവനെ പലരും ശ്രദ്ധിക്കുന്നതല്ലേ, അവന് ചൂണ്ടുപലകയല്ലേ. അപ്പോൾ അവർ പലരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അവൻ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനാണ്. എന്താ പറയാൻ കാര്യം? അങ്ങനെയാണെങ്കിൽ നീ വിശ്വസിച്ചിറങ്ങിയ ദൈവത്തെ വിശ്വാസം ഇല്ലെന്നല്ലേ അർത്ഥം. അപ്പം പിന്നെ മറ്റുള്ളവരെങ്ങനെ വരും? 4 ദിവസം ദൈവകൃപയിൽ ജീവിച്ചിട്ട് പിന്മാറിപ്പോയാൽ, 4 ദിവസം ദൈവവേല ചെയ്ത് വെച്ച് പിന്മാറിപ്പോയാൽ മറ്റുള്ളവരുടെ വഴി അടയ്ക്കും. നിനക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവൻ്റെ സകല ആവശ്യങ്ങളും നടത്തി തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്നല്ലേ ദൈവവചനം പറയുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല. പ്രിയപ്പെട്ടവരെ, ദോസ്ത്, ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു വന്നു യേശുവിനെ അനുഗമിക്കാമെന്നും പറഞ്ഞു. കർത്താവ് ഓക്കെ പറഞ്ഞു. ഉടനെ അവനെന്തോ പറഞ്ഞറിയാമോ? ഞാൻ വീട്ടിൽ പോയിട്ട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ, അവർക്കൊരു ബായി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞല്ലേ. എന്നോട് കർത്താവ് പറഞ്ഞു, അതാ മുന്നോട്ട് പോയിക്കോണം, നോട്ട് ടേണിംഗ് ബാക്ക്. പിന്നോട്ട് നോക്കുന്ന പ്രശ്നമില്ല. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയതാ. നമ്മൾ പാടാറില്ല, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്ന് പാടിവിടാൻ എളുപ്പമാണ്. But when you actually come with the problems, when you come to the bitterest moment of life, ജീവിതത്തിൽ നിർണായകമായ നിമിഷങ്ങൾ വരുമ്പോൾ ദൈവത്തെ മറന്നു കളയുമോ? സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയുന്ന ദൈവപുത്രനിൽ ആശ്രയിക്കണം. ദൈവം കൈവിടത്തില്ല കേട്ടോ. ദൈവമക്കളെ സ്നേഹത്തോടെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവരാജ്യം, അതിൻ്റെ ആ വിഷയം നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ വേറൊരു വിഷയം, മർക്കോസ് 9:47. അവിടെ എന്നാണെന്നറിയാമോ? എന്തോ കർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്ന് കളയുക. ഒറ്റ കണ്ണനായി ദൈവരാജ്യം കടക്കുന്നത് 2 കണ്ണുള്ളവനായി നിറയത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് എന്ന് ഇവിടെയും ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് കേട്ടോ. സ്നേഹത്തോട് പറയട്ടെ, ഇടർച്ച വരുത്തുന്ന കണ്ണെന്ന് വെച്ചാൽ എന്നാ എന്തോ മനസ്സിലാക്കിയേക്കുന്നത്? ഈ കണ്ണിനകത്തൂടാണ് സകല പാപവും അകത്ത് പ്രവേശിക്കുന്നത്, ഇല്ലയോ? മനസ്സിലാകണം.
അത് കാഴ്ചയിൽ കൂടെ അറിവിലേക്കും, അറിവ് പാപത്തിലേക്കും, പാപം മരണത്തിലേക്കും നടത്തും. ഇതിൻ്റെയൊക്കെ ചരിത്രം വേണേൽ എടുത്ത് പറയാൻ സമയമില്ല. ഇതൊക്കെ പാപത്തിൽ ചെന്ന അവസാനം ജസ്റ്റ് ഒന്ന് കണ്ടതാ. അറിയട്ടെ, ദൈവവചനം അറിയാവുന്നവരാണല്ലോ. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം 31:1 പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ? കണ്ണ് സൂക്ഷിക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ കണ്ണിന് വളരെ സ്ഥാനമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? സൂക്ഷിക്കണേ, ചൂന്നെടുത്ത് കളയണം. കാലിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മാർക്കോസ് 9:45-46. കാലടച്ച് വെട്ടിക്കളയാനൊന്നിനെ, 2 കാലുള്ളവനായി നരകത്തിൽ പോണ്ട. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ദൈവരാജ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കളയേണ്ടതായ എന്തെങ്കിലും ഉണ്ടോ? ചൂന്നെടുത്ത് കളയേണ്ട എന്തെങ്കിലും ഉണ്ടോ? ശാന്തമായി പരിശോധിക്കണമേ. ദൈവമേ കരുണ ചെയ്യണേ. ദൈവരാജ്യത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തൊന്നും വരില്ലേ കർത്താവേ? എപ്പോഴും പ്രാർത്ഥിക്കും. നമുക്ക് സ്വന്തമായി ശക്തിയില്ല കേട്ടോ. ബട്ട് വി ഗോട്ട് ടു പ്രേ. കർത്താവേ താങ്ങിക്കോണേ, നീ പിടിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ബലഹീനതയിൽ തുണ നൽകും എന്ന് നമ്മൾ പാടാറില്ലേ? ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പരിപാലിച്ചോളും കേട്ടോ. ദൈവമേ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇസ് ദെയർ എനിത്തിങ് ടു കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇസ് ദെയർ എനിത്തിങ് ടു കറക്റ്റ് നൗ? എന്താ കാര്യം? ഫോർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു കനോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചോണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, യു കനോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് വിത്ത് ദ ബാഗേജ് ഓഫ് സിൻ. പാപത്തിന്റെ പാട്ടക്കെട്ടുമായിട്ട് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം പറയുന്നത് കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ജീവിതത്തെ സൂക്ഷിക്കണം. ദൈവരാജ്യം മൂല്യമുള്ള കേട്ടോ. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ കർത്താവ് പിന്നെയും വേറൊരു കാര്യം പറഞ്ഞു. ദൈവരാജ്യ മണ്ഡലങ്ങളിൽ കഷ്ടവും പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നവരെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് പറഞ്ഞു. എന്താണെന്നറിയാമോ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടും നിലനിന്നതുകൊണ്ടും അഥവാ ദൈവനീതിയെ പ്രസിദ്ധമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും നീ ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ നീ ഭാഗ്യവാൻ. സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്നാണ് കർത്താവ് പറഞ്ഞത് കേട്ടോ. പക്ഷെ അത് സഹിക്കാനുള്ള കൃപയും സഹിഷ്ണുതയും ഉണ്ടായിരിക്കണം. അതാര് തരും? അതും ദൈവത്തോട് ചോദിക്കണം. മെക്കാനിക്കലായിട്ട് ഇതൊന്നും കിട്ടത്തില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നല്ല ആക്സസ് ദൈവം സ്വാതന്ത്ര്യമുണ്ട്. അതാ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ അതാ കേട്ടോ. പഴയ നിയമത്തിലെ ദൈവമാണെങ്കിൽ അങ്ങനൊന്നും അടുത്ത് വരാനൊക്കത്തില്ല. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് എപ്പോഴും പിതാവിൻ്റെ അടുക്ക് വരാനും എന്തും സംഭവിക്കട്ടെ, തെറ്റ് പറ്റിയാലും അങ്ങ് പറയണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കളെ ദൈവസ്നേഹത്തോടെ അർപ്പിക്കട്ടെ. മുന്നോട്ട് വായിച്ചു വരുമ്പം ലൂക്കോസ് 17:20-21 വായിക്കുന്നു. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീശന്മാർ ചോദിച്ചതിന് കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ കർത്താവ് പറഞ്ഞു? ദൈവരാജ്യത്തിൻ്റെ ഉടമയായ കർത്താവ് അടുത്ത് നിൽപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. The very same God who executed, he inaugurated ദൈവരാജ്യത്തെക്കുറിച്ച് ഈ ഭൂമിയിൽ സംസാരിച്ചതും സ്ഥാപിച്ചതുമായ കർത്താവ് അടുത്ത് നിൽക്കും. അതേക്കുറിച്ച് അറിയത്തില്ല, മറ്റു പലതും അറിയാം. ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണമേ. വചനം നിങ്ങളുടെ സമീപത്തും നിങ്ങളുടെ വായിലും ഉണ്ടെന്ന് കർത്താവ് തന്നെ ദൈവവചനം നമ്മെ പറയുന്നു. അപ്പം ദൈവരാജ്യ വ്യവസ്ഥകൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെയുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ. എന്തുവാ? അത് അതിപ്രധാനമായ ഒരു വിഷയമാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 അത് ഈ വാക്യം ഇങ്ങനെ: ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകത്തൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനമാകും. For the gospel of the kingdom should be preached all over the nation, and then comes the end. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ ഒരു സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. അവസാനം വരുന്നത് ലോകം മുഴുവൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എവിടുന്ന് ദൈവവചനം കർത്താവിൻ്റെ ദാസന്മാർ വന്നു ഒരു കൺവെൻഷൻ നടത്തി, അല്ലെ പള്ളിയിൽ പോയി, അല്ലെ സഭായോഗത്തിന് പോയി,
ഇങ്ങനെയൊക്കെ കേട്ടതല്ല ഉള്ളായിരുന്നു. പക്ഷെ കാലം മാറിയില്ല. അന്ന് റേഡിയോയിൽ കൂടെ കുറച്ച് കേൾക്കുമായിരുന്നു. ഇപ്പോൾ എന്തോ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നമ്മുടെ വേഴ്ത്തുമ്പയിലുണ്ട് എല്ലാ പ്രസംഗങ്ങളും അല്ലേ. ലോകത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് ഈ മഹത്തായ സത്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അത് വലിയ വിഷയമാണ്, അത് വിസ്തരിക്കേണ്ടതാണ്. അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതറിയപ്പെടുന്ന ഒരു മണ്ഡലങ്ങൾ. അത് അന്ത്യകാലത്ത് യഹൂദജാതിയോടുള്ള ബന്ധത്തിൽ കൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ആ വേദചിന്തകന്മാർ പറയുന്നത്. ഏതായാലും നമുക്കിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യാപിക്കുന്നതിനായി സ്തോത്രം. തീർന്നില്ല, അതിവേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. ലൂക്കോസ് 21:30. അതായത് അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അത് ഇല തളുക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു സ്വതവേ അറിയുന്നുവല്ലോ. അതുകൊണ്ടും തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. ദൈവരാജ്യം നമ്മുടെ വിഷയം. ദൈവരാജ്യം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ അറ്റ് ഹാൻഡ്. എപ്പോഴും അത്തി തളിർക്കുന്നത് കാണുമ്പോൾ. നേരത്തെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാ, അത്തി എന്ന് പറഞ്ഞ യഹൂദൻ്റെ രാഷ്ട്രീയ നിലയാകട്ടോ. എന്ന് വെച്ചാൽ യഹൂദൻ രാഷ്ട്രീയമായി തളിർക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ കർത്താവാണ് ഈ ഭൂമി ദൈവരാജ്യം ഇനാഗ്രേറ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ when is it going to happen? The fullness, അതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് വരുന്നത്? അതാ ദൈവരാജ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പൂർണ്ണത വരുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. വെച്ചാൽ യഹൂദൻ തളിർക്കുക, അവൻ പുരോഗമിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചെതറിപ്പോയ യഹൂദനെ ദൈവം കൂട്ടിച്ചേർത്ത് 1948 മെയ് മാസം 14 യഹൂദനൊരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ദാറ്റ് ഹാസ് ഡിക്ലെയർഡ് ആസ് എ നേഷൻ. അവിടെ നിന്ന് തുടങ്ങി യഹൂദൻ വളരാൻ തുടങ്ങുക, തളിർക്കാൻ തുടങ്ങുക. ഒത്തിരി കാര്യം പറയാനുണ്ട്. അതിനുശേഷം നമ്പർ 1, 2, 3 ഇട്ട് ഒത്തിരി പറയാനുണ്ട്. എന്നാൽ 2018 നമുക്കറിയാം, ട്രംപ് ആ രാജ്യത്തെ യെരുശലേമിനെ അതിൻ്റെ ക്യാപിറ്റലായി പ്രഖ്യാപിച്ചു. പിന്നെയും വളരുക, തഴയ്ക്കുകയാണ്. സ്തോത്രം. ഇത് ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. അത്തിയെ നോക്കി പഠിച്ചോളാൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ ഓർത്തോണം, the kingdom of God is at hand. ദൈവത്തിന് സ്തോത്രം. എന്നുവെച്ചാൽ ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ, കർത്താവിൻ്റെ ദൈവരാജ്യം. കർത്താവ് പറഞ്ഞു, ഈ അത്തി ഈ കാണുന്ന തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന്. എന്ന് വെച്ചാൽ എന്തുവാ? അത്തി തളിർക്കുന്ന തലമുറ, കാണുന്ന തലമുറ, അതായത് യഹൂദൻ രാഷ്ട്രീയമായി തഴയ്ക്കുന്നത് കാണുന്ന തലമുറ കർത്താവിൻ്റെ വരവിൽ ഒഴിഞ്ഞു പോകത്തില്ല. പിടികിട്ടിയോ? യഹൂദൻ രാഷ്ട്രീയമായി വളർന്ന് കാണുന്ന തലമുറ, ദാറ്റ് ഈസ് അവർ ജനറേഷൻ. അതാണെങ്കിൽ ഇത് ഒഴിഞ്ഞു പോകാത്ത കർത്താവിൻ്റെ വരവിൽ ഈ തലമുറയിൽ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാത്. പലരും ചോദിക്കും, കർത്താവ് വരുന്നേ എന്ത് എത്ര നാളുകൊണ്ട് പറയുന്നു? എന്തിയേ? പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, മോക്കേഴ്സ് വിൽ കം, സ്കോഫേഴ്സ് വിൽ കം. അന്ത്യകാലത്ത് പരിഹാസികൾ വരും. എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം എല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ ഇരുന്നു എന്ന് പറയുന്ന പരിഹാസികൾ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിച്ചു വരുന്നവർ കാണും. കർത്താവ് പറഞ്ഞു, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല കേട്ടോ. ചിലരൂടെ മാനസാന്തരപ്പെടാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതാണ്. നീ ഇവിടെ രക്ഷപ്പെടണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ഒന്ന് പറയാം, ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല. God, there is same God, Jesus of Nazareth, മടങ്ങി വരും കേട്ടോ. ദൈവരാജ്യം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അത്തി തളുക്കുന്ന കാണുന്ന തലമുറ ദൈവരാജ്യ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. ദൈവരാജ്യം എന്ന് പറഞ്ഞ് ഒറ്റ വാക്ക് വിട്ടുകളയാതെ ഒന്ന് ശാന്തമായി പഠിക്കാൻ ശ്രമിക്കുക. ഈ വചനം നിങ്ങളുടെ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടും. അത് പിന്നെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. അതിനോട് ബന്ധപ്പെട്ട വാക്യങ്ങൾ വായിക്കണം. കൂടുതൽ അറിയാനിടയാകട്ടെ ദൈവത്തിന്. ഞാനൊരു കാര്യം ചോദിച്ച് നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. Are you prepared for the kingdom of God? ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ?
ഇന്ന് കർത്താവിൻ്റെ വരവായ ദൈവരാജ്യം പൂർണ്ണമായും സ്ഥാപിക്കപ്പെടുന്ന അന്തരീക്ഷങ്ങളിൽ കർത്താവെ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ എന്നെയും ചേർത്തോണേ. എന്നെയും കുറവുകളെ ശ്രമിച്ച് വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളഞ്ഞ് ചൂന്നെടുത്ത് കളയേണ്ടതിന് ചൂന്നെടുത്ത് കളഞ്ഞ് ദൈവം സകലത്തിനും മതിയായവനാണെന്നുള്ളത് വിശ്വസിച്ച് നാളത്തേക്ക് വറി ചെയ്ത് വാരപ്പെട്ട് ജീവിതം മങ്ങിപ്പോകാതെ മയങ്ങിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവാത്മശക്തിയോടെ മുന്നേറാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാം ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ച കർത്താവേ, അതിൻ്റെ പൂർണ്ണത 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 അത് വെളിപ്പെടാൻ അധികം താമസമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ഞങ്ങൾ മറ്റു കാര്യങ്ങളിൽ ക്ഷീണിച്ച് ബലഹീനരായി പോകാൻ എപ്പോഴും നീ തന്നെ ഒന്നാമതായി അമേരിക്ക ഞങ്ങൾ നാളെക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ നന്മകളെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ, നിന്നെ സ്നേഹിച്ച് മാനിച്ച് ജീവിക്കാൻ ദൈവം ഞങ്ങൾക്ക് വരം തരണേ എന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലും പിന്നോട്ട് തിരിയാൻ ഇടവരല്ലേ കർത്താവേ. ദൈവത്തിന് മഹത്വം. ആ മഹത്വമുള്ള വചനം ലോകത്തൊക്കെ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിൻ്റെ പങ്കാളികളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. വചനം കേട്ടവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. കർത്താവേ, സ്തോത്രം. ദൈവരാജ്യം അടുത്തിരിക്കുന്നല്ലോ. അത്തി തളിർക്കുന്നത് കാണുന്ന തലമുറ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ തലമുറയിൽ കർത്താവേ, നിന്റെ വരവ് സംഭവിക്കുമെന്ന് വേദപുസ്തകം വിളിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള കൃപ നിന്റെ മക്കൾക്ക് കൊടുക്കണേ. ആരും നഷ്ടപ്പെട്ടു പോകല്ലേ. തിരുനാമം മഹത്വപ്പെടണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുണ്ട് ദൈവദിനം കേൾക്കുന്നവർ ഭാരവും വേദനയും സങ്കടവും ഉള്ളവരുണ്ട്. അവരോട് നീ കരുണ കാണിക്കണം. നീ അവർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കണം. വചനത്താൽ അവരെ ഉറപ്പിക്കണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.